എനിക്ക് എപ്പോഴും പെരുന്നാളാണെങ്കിലും നബിദിനാണെങ്കിലും എന്റെ അപ്പുറത്തുള്ള എന്റെ നെയ്ബേഴ്സ് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാറുണ്ട്. അവരുടെ നെയ്ച്ചോറും ബീഫും എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സ്വാദാ. അല്ലാതെ മണം അടിക്കുമ്പോ അവിടെ കിടന്ന് കറങ്ങുന്നതല്ല. അപ്പൊ അജുംഷയുടെ എനിക്കൊരു നെയ്ച്ചോറാണോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള? എന്താ കൊണ്ടുവന്നിട്ടുള്ളേ? നല്ല ചൂട് ചോറും മീനച്ചാറും. ഓ മീനിച്ചലാറോ? അതാ കോട്ടയത്തല്ലേടാ? അവിടെ എന്റെ സ്ഥലം. ഭയങ്കര ബേസ്. ആരെങ്കിലും കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? കിളി പോയവൻ പല ഇടത് സൈഡിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഒരാളുടെ പൊതിയില് വെറൈറ്റി ഫുഡാണ്. അത് തന്നെ ഐശ്വര്യയുടെയും ഐശ്വര്യയുടെ കാര്യം പറയാനാണ് വന്നത്. ഇതില് രക്തവും ഞരമ്പുകളും ഒക്കെയാണ്. അത് കള്ളിയങ്കാട്ട് നീലയുടെ ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. ഇടത് സൈഡിൽ ഇരിപ്പുണ്ട് കൂർക്ക മെഴുക്ക് വരട്ടി. ഇവിടെ പുള്ളി കൂർക്കയായിട്ട് ഒരു പ്രാവശ്യം വന്നു. ഇവിടെ ഒരു പ്രാവശ്യം കൂർക്കയായിട്ട് വന്നു. അത് മെഴുകിയിട്ട് അവിടെ നിന്ന് പോയത്. ഇനി ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടി കാണുമ്പോഴെല്ലാം തങ്കച്ചനെയോ എന്റെ തങ്കമണി എന്ന് പറഞ്ഞില്ലേ, തങ്കമണി പ്രത്യേകം എന്നോട് പറഞ്ഞയച്ചതാണ് ഈ ഷോയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പം. അവര് തങ്കച്ചന്റെ ഭയങ്കര ഫാനാണ്. തങ്കമണിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണമൊക്കെ കഴിഞ്ഞു. തങ്കച്ച അതും പോയടാ. അതുകൊണ്ട് തങ്കമണി എടുത്ത ഒരു ഇത് പറയണേ. ഒരേ പ്രായക്കാർ തമ്മിലുള്ളൊരു ഇഷ്ടം. തങ്കമണി, ഹായ് തങ്കമണി. തങ്കമണി ചേച്ചി. ചേച്ചി ഒന്നല്ല, ചേച്ചി 3 ആമ്പിള്ളേരുണ്ട്, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. തങ്കച്ചനുണ്ട് 3 പേര്, പക്ഷെ ആൾക്കാർക്ക് അറിയില്ലെന്നുള്ളൂ. ഇവന്റെ 20ാമത്തെ വയസ്സിൽ കിട്ടിയായിരുന്നു ഇവനിപ്പോ 10 പിള്ളേരുണ്ടായനെ. അത് എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അധികാരത്തിൽ കൈ അതീന്ന് മാറ്റണ്ടല്ലോ. അതിന്റെ ഉള്ളിൽ എന്താന്ന് ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും കാണില്ല. നോക്കിക്കോ, വെറൈറ്റിയാണ് കൊണ്ടാട്ടം. പട്ടിണിയും പരിവട്ടം ആണ് ഇപ്പൊ വീട്ടില്. ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ചിക്കൻ കറി. കിഴങ്ങ. ഉല്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞത് അത് കാലിടപ്പയാണെന്ന്. ചേട്ടൻ ചോറ് കൊണ്ടുവന്നാണോ അതോ പാത്ര കച്ചവടത്തിൽ നിന്നാണോ? എനിക്കും അതാണ് സംശയം. ചേട്ടനെ പോലെ തന്നെയല്ലേ, കാലിയാണല്ലേ ഫുള്ള്. ഇതെന്താന്ന് പറയാം? ചിക്കൻ കറി. ഒന്നുമില്ല. പപ്പടം ഭൂരി. അത് പപ്പടാണ്. അല്ല, അവരെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. മഹാപാപികൾ. എന്താണ്? ആർട്ടിന് ബഡ്ജറ്റ് ഇല്ലെന്നും പറഞ്ഞ് എന്നോട് ഈ പാചകം ചെയ്യാവണം. എന്താണത്? നിങ്ങൾ നോക്കിയേ, ഈ മുളകും ഈ പപ്പടവും കൂട്ടി ഞാൻ ഇത് കഴിക്കണം. എല്ലാവർക്കും കൊടുത്തു വന്നപ്പോഴത്തേക്ക് ഇത്രയും ബാക്കി വന്നു. അതൊരു പാത്രത്തിലാക്കി വലിയൊരു പൊതിയിൽ തന്നു. ഒരു പച്ചമുളക് കൂട്ടി ഒരു ഫുള്ളടിക്കാനും കുഴപ്പമില്ല. നിങ്ങൾ എന്റെ ചോറ് നോക്കി ഇരിക്കാതെ എപ്പിസോഡിന്റെ റേറ്റിംഗ് കേട്ടാൻ നോക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തങ്കച്ചന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ടാണോ ഈ പരിപാടി നടത്തണേ? ഒരു സെക്കൻഡ്, മേനക ചേച്ചിക്ക് കൊതി വന്നിട്ട് നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി കൂട്ടി ഒരു ഉരുള ചോറുണ്ടെന്ന് പറഞ്ഞു. പൊതിച്ചോറ് നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ തുറക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിച്ചോട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇത്ര സുഭിക്ഷമായിട്ട് കഴിച്ചോണ്ടിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ പട്ടിണി കിടക്കണം പള്ളേ, കഴിക്കാനാവതില്ല. എനിക്ക് മേനക ചേച്ചി ഇത് കഴിഞ്ഞ ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് വാറ്റി തന്നില്ലേ, ടീറ്റി എടുക്കാൻ കൊണ്ടുപോകണം. തങ്കച്ചിന് ഈ എപ്പിസോഡിലൊരു അക്ഷരം മിണ്ടുകയില്ല. ചോറിന്റെ കൂടെ 2 പല്ലിറങ്ങി പോയിട്ടുണ്ട്. അല്ല, നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ? അനു ഇതിലെന്നെല്ലാം വിട്ട് ഭക്ഷണത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. തങ്കച്ചന്റെ ഇനി അവസാനത്തെ പൊതിച്ചോറ് വരെയും അവൾ എനിക്ക് അടിച്ചോണ്ടേ പോകുന്നുണ്ട്. പ്രിയരെ, തങ്കച്ചന്റെ ഷഷ്ടിപൂർത്തിക്ക് വന്ന വിഭവ സമുദ്രമായ സദ്യ കഴിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട്